രൂപം കൊണ്ട് ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ അവർ ആരെയാണോ ഭയപ്പെടുത്താൻ, അവരാരെയാണോ അസ്വസ്ഥരാക്കേണ്ടത്, അവർ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പച്ച കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടി നേരിടുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ ഫോളോവേഴ്സ് നോക്കുമ്പോൾ 21 മില്യൺ കടന്നിരിക്കുന്നു നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത്. അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയേക്കാൾ ഏകദേശം 3 മടങ്ങ് ഫോളോവേഴ്സ് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ പാർട്ടി യുവമോർച്ചയുടെ നേതാവ് ഒരു കള്ളവുമായിട്ട് വന്നിരിക്കുക. എന്താ പറയുന്നത് അറിയാമോ? പുറത്തു നിന്നുള്ളവരാണ്. കോക്രോച്ച് ജനതാ പാർട്ടി പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. താജീന്ദർ ബാഗ എന്ന് പറയുന്ന യുവമോർച്ചയുടെ നേതാവ് പറയുന്നു അതിൽ 49% പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ആളുകളാണ് പിന്തുണയ്ക്കുന്നത് എന്ന്. എന്നാൽ യഥാർത്ഥ കണക്ക് വളരെ പെട്ടെന്ന് തന്നെ അഭിജിത്ത് പുറത്തുവിട്ടു. ഇപ്പോൾ ഉള്ളവരിൽ 94% ഇന്ത്യക്കാരായിട്ടുള്ള ചെറുപ്പക്കാരാണ്. എന്തിനേറെ നമ്മുടെ ഈ കൊച്ചി CJP കൊച്ചിയുണ്ട്, CJP അട്ടപ്പാടിയുണ്ട്. ഞാനെടുത്ത് നോക്കിയപ്പോൾ 100 പേര് അവിടെ ഫോളോവേഴ്സ് ആയിട്ട് CJP അട്ടപ്പാടിയിലുണ്ട്, CJP കൊച്ചിയിലുണ്ട്, CJP തിരുവനന്തപുരമുണ്ട്, CJP കേരളമുണ്ട് എന്നുള്ളതാണ്. നമ്മളൊക്കെ എന്താ പാകിസ്ഥാൻകാരാ? അപ്പോൾ ഈ താജീന്ദർ ബാഗ പറയുന്നത് പോലെ അത് ഒരു പാകിസ്ഥാൻ ജനറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഹറിയത്തിൻ്റെ ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിൻ്റെ പ്രസ്ഥാനമല്ല. അതിൻ്റെ ഫോളോവേഴ്സ് പാകിസ്ഥാൻകാരുമല്ല. 94% ഇന്ത്യക്കാരാണ്, 1% അമേരിക്ക, 0.7% UK. ഇതാണ് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ രാജ്യം തിരിച്ചുള്ള കണക്ക്. അതുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞു തുടങ്ങുന്നു ഭരണകൂടം എന്ന് പറഞ്ഞാൽ, ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പോട്ടേക്കോ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വിയോജിപ്പുകളെ വിദ്രോഹമായി കാണുന്നതിൻ്റെ പേരാണ് ഫാസിസം. അർത്ഥ ഫാസിസത്തിൽ നിന്ന് പൂർണ്ണ ഫാസിസത്തിലേക്ക് ഒരു രാജ്യം പോകുമ്പോൾ കുറച്ച് ചെറുപ്പക്കാര് കോക്രോച്ചസ് ആണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട, വർത്തമാനകാല തലമുറ അഡ്രസ്സ് ചെയ്യേണ്ട മുദ്രാവാക്യങ്ങളല്ലേ മുന്നോട്ട് വയ്ക്കുന്നത്.